ഇന്ന് കറി വെക്കാൻ പോകുന്നത് തിരുതയുടെ മുട്ടയാണ് കേട്ടോ. ഒരു തിരുത ഉണ്ടായിരുന്നു, പക്ഷെ തിരുതയ്ക്ക് വലിപ്പം ഇല്ലായിരുന്നെങ്കിലും മുട്ടയ്ക്ക് നല്ല വലിപ്പമാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഉണ്ടായി. ഇപ്പോൾ ഫ്രീസറിൽ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇത് സാധാരണ കറി നമ്മൾ മീനിൻ്റെ അതിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല. കാരണം ഈ മുട്ട കറി വെച്ച് കഴിയുമ്പം അതിൽ പുളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രുചിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്ന് ഇത്തിരി ഗരം മസാലയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പരീക്ഷണമാണ്, എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് സവാളയൊക്കെ ഇട്ട് മുട്ട ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും. എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൂത്തിരി കത്തിച്ച മാതിരി ഫുള്ള് അടുക്കളയിലും മുഴുവനും തെറിക്കും. അപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്കും ഇതങ്ങ് തെറിക്കും. അപ്പോൾ അത് എന്തായാലും പറ്റത്തില്ല. അപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുകയും ചെയ്യും, എന്നാൽ ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നല്ലവണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഐസിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ, ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ് ഇതിങ്ങനെ ഷേപ്പിനൊക്കെ മുറിഞ്ഞ് കിട്ടിയത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. നമുക്കിത് ഇച്ചിരി വലിയ പാത്രത്തിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിലേ ഇത് പൊട്ടിത്തെറിക്കുമ്പം പൂത്തിരി ചെതറുന്ന പോലെ ആവരുതല്ലോ. റോസ്റ്റ് ആകുമ്പോൾ പിന്നെ അധികം എണ്ണയും വേണ്ടല്ലോ. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ചുമന്ന മുളക് ചെറുതായിട്ട് പീസാക്കി ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി എരിവൊക്കെ വേണം. പൊട്ടിത്തെറിയും കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മൊത്തത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് അങ്ങ് ഇടുവാണേ. ഒരു 1/2 സ്പൂൺ ഉപ്പ്. നല്ലവണ്ണം റോസ്റ്റായി വന്നു കേട്ടോ. ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്തിരി മുളക് പൊടി വേണ്ട കേട്ടോ, ചുവന്ന മുളക് ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് ഒത്തിരി വേണ്ട. ഗരം മസാല ഇച്ചിരി കൂടുതലിടുക. ഇനി കുരുമുളക് പൊടി, കുരുമുളക് പൊടി നല്ലോണം ഇടും. എന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. നമുക്ക് മീനിൻ്റെ മുട്ട ഇട്ട് കൊടുക്കാം. മീൻ മുട്ട എടുത്തു വെച്ച് കൊടുക്കാം. ഒന്ന് വെതറിയിടാം. ആ ഉപ്പൊക്കെ അതിലേക്കൊന്ന് പിടിക്കണം. അപ്പോഴത്തേക്ക് ആ ഉള്ള എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കാം. നമ്മുടെ മീൻ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട്, എന്നാലും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ടേസ്റ്റ് എന്താന്ന് നോക്കണം. സാധാരണയേക്കാളും നല്ലതാണോ എന്നറിയില്ലേ. ഇത് നോക്കാം. കുറച്ച് ഉപ്പും കൂടി വേണം കേട്ടോ. ഉപ്പ് കുറഞ്ഞതേ, ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ നിർത്തി കൊടുക്കാം.
കുറച്ച് ഗരം മസാല. എന്താണ് അപ്പേ നമ്മുടെ ഫ്ലോറിൽ കുഴപ്പം? ഇപ്പൊ ആരാ പറഞ്ഞേ?